ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ HSST മാത്തമാറ്റിക്സിന്റെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ സിലബസിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു സെക്ഷനാണ്. എന്താണ് ആ സെക്ഷൻ എന്ന് നോക്കാം. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഫോർ വേവ് ഇക്വേഷൻ. വേവ് ഇക്വേഷൻ മാത്രമല്ലായിരുന്നു നമ്മളുടെ സെക്ഷനിൽ ഉണ്ടായിരുന്ന. വേവ് ഉണ്ട്, ഹീറ്റ് ഇക്വേഷൻ ഉണ്ട്, ലാപ്ലേസ് ഇക്വേഷൻ ഉണ്ട്. 3 സെക്ഷൻസും വളരെ വ്യക്തമായിട്ട് പേരെടുത്ത് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സെക്ഷനാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഓഫ് ദി വേരിയബിൾസ് ഫോർ വേവ് ഇക്വേഷൻ, ഹീറ്റ് ഇക്വേഷൻ ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേവ് ഇക്വേഷന്റെ കേസാണ്. എങ്ങനെയാണ് ഈ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് അപ്ലൈ ചെയ്തിട്ട് ഈ വേവ് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ വളരെയധികം ഏറ്റവും ലാസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ടോപ്പിക്കാണ്. നമ്മുടെ മൊഡ്യൂളിൽ ആ ഓർഡിനറി ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ആ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കായിട്ട് എഴുതിയിരിക്കുന്നതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവരും ആ ഒരു ടോപ്പിക്ക് ഒമിറ്റ് ചെയ്ത് കളയും. കാരണം കുറച്ചും കൂടി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കുറച്ച് ഹയർ ലെവലാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സെക്ഷൻ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ ഒരു സെക്ഷൻ എങ്ങനെയാണ് നമുക്കത് വേവ് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നത് എന്നുള്ളത്, അതായത് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്നുള്ള മെത്തേഡ് വഴി എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ എന്താണ് ഒരു 1 dimensional വേവ് ഇക്വേഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Then we have 1 dimensional wave equation as dou square u divided by dou t square equal to c square into dou square u divided by dou x square. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു 1 dimensional wave equation ആണ്. ഈ ഇക്വേഷൻ ആണ് നമുക്കിവിടെ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വഴി സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് 1 dimensional wave equation കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, assume the solution of equation 1 is of the form u of xt is equal to x of x into t of t. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് സൊല്യൂഷൻ ഫോം? u of xt is equal to x of x into t of t. ഓക്കെ, ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ, വേവ് ഇക്വേഷനിൽ ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ ഫോം ആണ് ഉള്ളത് അല്ലെ. അതായത് യു എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു ടി 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ യു എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷൻ അസ്യൂം ചെയ്തിരിക്കുന്ന ഓൾറെഡി യു അല്ലേ. എന്താണ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ടി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. എക്സിന്റെയും ടിയുടെയും പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ യു കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടിയും വിത്ത് റെസ്പെക്ട് ടു എക്സും നമ്മൾ ഡബിൾ ടൈം ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്വേഷൻ 2 എന്നുള്ളതിനെ ഫസ്റ്റ് ടൈം നമ്മളിപ്പോ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? ഡോ യു ബൈ ഡോ ടി എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതാണ് നമ്മൾ യു ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. സോ വി ഹാവ് എക്സ് ഇൻറ്റു ടി ഡാഷ് എന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുക. എഗെയിൻ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുമ്പോഴോ ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു യു ടി ടി എന്നാണ് നമ്മൾ റെപ്രസെന്റേഷൻ കൊടുക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഗെയിൻ എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു, ടി ഒരു പ്രാവശ്യം കൂടി ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നു. സോ ടി ഡബിൾ ഡാഷ് എന്നുള്ളതാണ് ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ഡിഫറൻസിയേഷൻ, ഇക്വേഷൻ 2വിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണം. സോ വി ഹാവ് ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ടി കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് ഡാഷ് ടി എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ടൈം ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോഴോ ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ഇൻറ്റു
ടി എന്നുള്ളതാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയറും ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നുള്ളത്. ഈ രണ്ട് വാല്യൂസും എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ എന്നുള്ളതും അതേപോലെ തന്നെ ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നുള്ളതും ഇക്വേഷൻ 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ 1 എന്താണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഇക്വേഷൻ 1 ഇംപ്ലൈസ് ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയറിന് പകരം എക്സ് ടി ഡബിൾ ഡാഷ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന് പകരമായിട്ട് എക്സ് ഡബിൾ ഡാഷ് ഇൻറ്റു ടി എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എക്സ് ടി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ടി ഡബിൾ ഡാഷ് ദെൻ ഡിവൈഡഡ് ബൈ ഇവിടെ ടി വരുന്നു is equal to c square x double dash. Then ഇതൊന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 by c square into t double dash divided by t equal to x double dash divided by x. ഇതല്ലേ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫോം. നമുക്ക് നേരത്തെ കിട്ടിയ സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പിൽ നിന്നും ജസ്റ്റ് നമ്മൾ ഒന്ന് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഒരു സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷന് ഞാൻ ഈക്വൽ ടു ലാംഡ എന്ന് കോൾ ചെയ്യാണ്. ഈ ഇക്വേഷനെ ലാംഡ എന്ന് കോൾ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് എക്സ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം, എന്താണ് വൈ എന്ന് ടി എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ രണ്ട് വാല്യൂസും ഇവിടെ നമ്മൾ ഇക്വേഷൻ 2 ആണ് സൊല്യൂഷൻ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പൊ ആ പ്രൊസീജിയർ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഇക്വേഷന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്? എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു ലാംഡ എന്നുള്ളത് ഒരു ഇക്വേഷൻ കിട്ടുന്നു. ദെൻ നമുക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 1 by c square into t double dash divided by t equal to lambda. So we have and 1 by c square into t double dash divided by t equal to lambda. ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത രണ്ട് ഇക്വേഷൻസ്. ഇതാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടതായിട്ട് വരിക. സോ ഇതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? എക്സ് ഡബിൾ ഡാഷ് മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 ആൻഡ് ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ടി ഡബിൾ ഡാഷ് മൈനസ് ലാംഡ സി സ്ക്വയർ ടി ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ്. ദെൻ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ ലാംഡയുടെ കേസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ഇക്വേഷൻസ് അല്ലേ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഇത് ഇക്വേഷൻ നമ്പർ 4. ലാംഡയെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഡിഫറെന്റ് സൊല്യൂഷൻസ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡിഫറെന്റ് കേസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ദെൻ ഹിയർ കൺസിഡർ ദിസ് ലാംഡ ഈക്വൽ ടു 0. Then what we have to obtain lambda equal to 0 എന്നുള്ളത് ഇക്വേഷൻ 3 അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? എക്സ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക അല്ലെ. ഈ എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 എന്നുള്ളതിനെ ഒരു ഫസ്റ്റ് ടൈം നമ്മൾ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം ഓൺ ഇന്റഗ്രേഷൻ വി ഹാവ് വിച്ച് ഇംപ്ലൈസ് എന്തായിരിക്കും? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ a1 എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ? അത്രയും കേസ് ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ ഇവിടെയും ടി ഡബിൾ ഡാഷ് മൈനസ് ലാംഡ സി സ്ക്വയർ ടി ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ 4ലും കേസ് 1 ആയിട്ട് ലാംഡ ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്താ അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇക്വേഷൻ? ഇത് ഇക്വേഷൻ 3 കറസ്പോണ്ടിങ് ആണ് ഞാൻ എഴുതിയത്. Equation 3 implies and here this equation number 4 implies
then here t double dash equal to 0 എന്നാണ് കിട്ടുക അല്ലെ. സോ ഫസ്റ്റ് ടൈം ഇവിടെയും നമ്മൾ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഓൺ ഇന്റഗ്രേഷൻ വി ഹാവ് ടു ഒബ്റ്റെയിൻ t dash is equal to another constant. നമുക്ക് ഈ കോൺസ്റ്റന്റിനെ a3 എന്ന് കോൾ ചെയ്യാം. ഓക്കെ, a3 എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. കോൺസ്റ്റന്റ്, ജസ്റ്റ് കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ എഗെയിൻ ഒരു ടൈമും കൂടി ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു a1 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക? എക്സ് ഇസ് ഈക്വൽ ടു a1 എക്സ് പ്ലസ് അനദർ കോൺസ്റ്റന്റ് a2 അല്ലേ. Then next again here when we are applying integration, so we have to obtain t dash equal to a3 becomes t equal to a3t plus a4. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസും കിട്ടിയില്ലേ. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ടി എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നേരത്തെ നമ്മൾ സൊല്യൂഷൻ ആണ് എന്ന് പറഞ്ഞിരുന്നത് ഇത് ഏതായിരുന്നു? ഇക്വേഷൻ 2 ആയിരുന്നു സൊല്യൂഷൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്തത്. എന്തായിരുന്നു സൊല്യൂഷൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്തത്? u of xt is equal to x of x into t of t. ഇതാണ് നമ്മൾ സൊല്യൂഷൻ ആയിട്ട് അസ്യൂം ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് സൊല്യൂഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്? u of x of t is equal to xt becomes x of x. x എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടിയിരിക്കുന്നത്? a1 x plus a2 into t of t. That become a3t plus a4. ഇതാണ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് ഏത് കേസിലാണ്? ഞാൻ ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഇത് ഏത് കേസിലാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ലാംഡ ഈക്വൽ ടു 0 എന്നുള്ള ഈ ഒരു കേസിലാണ് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റ് കേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത ഇക്വേഷൻ 3 ലാംഡ ഈക്വൽ ടു 0 കിട്ടിയാൽ എങ്ങനെയാണ്? then ഇക്വേഷൻ 4 ലാംഡ ഈക്വൽ ടു 0 അപ്ലൈ ചെയ്താൽ എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ലാംഡയ്ക്ക് ഒരു പോസിറ്റീവ് സ്ക്വയർഡ് വാല്യൂ കൊടുക്കാം. അതേപോലെ അപ്പൊ എന്താണ് ചേഞ്ച് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻ 3 ഒന്ന് എഴുതാം. എക്സ് ഡബിൾ ഡാഷ് മൈനസ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതായിരുന്നു നമ്മളുടെ ഇക്വേഷൻ 3 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. ആൻഡ് ഇക്വേഷൻ 4 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് എന്തായിരുന്നു? ടി ഡബിൾ ഡാഷ് മൈനസ് ലാംഡ സി സ്ക്വയർ ടി ഈക്വൽ ടു 0 അല്ലെ. സോ ടി ഡബിൾ ഡാഷ് മൈനസ് ലാംഡ സി സ്ക്വയർ ടി ഈക്വൽ ടു 0. ഇതായിരുന്നു നമ്മളുടെ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ, ദെൻ ഇവിടെ എക്സ് ഡബിൾ ഡാഷ് മൈനസ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു 0യിലും ഇക്വേഷൻ 4ലും നമ്മൾ കേസ് 2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കേസ് 2 എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു മ്യൂ സ്ക്വയർ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ള രീതിയിൽ നമ്മൾ മ്യൂ സ്ക്വയർ കൺസിഡർ ചെയ്യുന്നു. പോസിറ്റീവ് സ്ക്വയർഡ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ എന്താ ചേഞ്ച് വരുന്നതെന്ന് നോക്കൂ. ഇവിടെ എക്സ് ഡബിൾ ഡാഷ് minus lambda becomes mu square. So mu square x equal to 0 and this t double dash minus lambda becomes mu square c square t equal to 0. ഇതാണ് ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആവുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഡി സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദെൻ ഈ രീതിയിലുള്ള ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ ചെയ്യുന്ന മെത്തേഡ്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷനിൽ ഇപ്പോൾ എമ്മിന്റെ വാല്യൂ എന്താണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് ടൈപ്പ് സൊല്യൂഷനിലാണ് അത് വരിക എന്നുള്ളത് നമ്മൾ നോക്കുക അല്ലെ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെയാ നമുക്ക് എഴുതാൻ പറ്റുക? ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ ഈക്വൽ ടു 0. സോ വി ഹാവ് എം സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ സ്ക്വയർ
ഫ്രം ദിസ് m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മ്യൂ എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന വാല്യൂ. ഇവിടെ എമ്മിന് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ വാല്യൂസ് ആണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് റിയൽ വാല്യൂസ് വരുമ്പോൾ നമ്മൾ സൊല്യൂഷൻ എഴുതുന്ന ഫോർമാറ്റ് എന്താണ്? ഇവിടെ നമ്മൾക്ക് എക്സ് ഇസ് ഈക്വൽ ടു സൊല്യൂഷൻ എഴുതുന്ന ഫോർമാറ്റ് ഫസ്റ്റ് C1 ഇൻറ്റു ഇ ടു ദി പവർ, ഇവിടെ നമ്മൾ എഴുതുന്ന ഫസ്റ്റ് മ്യൂ ആണെങ്കിൽ മ്യൂ എക്സ് പ്ലസ് C2 ഇൻറ്റു ഇ ടു ദി പവർ മൈനസ് മ്യൂ എക്സ്. രണ്ട് സൊല്യൂഷൻസ് അല്ലേ? രണ്ട് സൊല്യൂഷൻസിൽ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്ലസ് മ്യൂവും സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മൈനസ് മ്യൂ ആണ്. അപ്പൊ ഈ രണ്ട് സൊല്യൂഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എഴുതുക. അപ്പൊ എങ്ങനെയാണ്? C1 ഇൻറ്റു ഇ ടു ദി പവർ മ്യൂ എക്സ് പ്ലസ് C2 ഇൻറ്റു ഇ ടു ദി പവർ മൈനസ് മ്യൂ എക്സ് എന്നുള്ളതാണ് ഇവിടെ എക്സ് എന്നുള്ളതിന്റെ കറസ്പോണ്ടിങ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എക്സ് കിട്ടി. ഇനി കറസ്പോണ്ടിങ്ങിൽ ഇതേപോലെ തന്നെ നമ്മൾ എന്തും ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മളുടെ ഇവിടെ ടി ഡബിൾ ഡാഷ് മൈനസ് മ്യൂ സ്ക്വയർ സി സ്ക്വയർ ടി ഈക്വൽ ടു 0 ഇക്വേഷൻ ഉണ്ട്. അതും സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താണ് ടിയുടെ വാല്യൂ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം ഇക്വേഷനെ? ഡി സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു ടി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എഗെയിൻ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആവുമ്പോൾ നമ്മൾ അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? എം സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ സി സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് വിൽ ഇംപ്ലൈ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ സ്ക്വയർ സി സ്ക്വയർ which implies m equal to plus or minus mu c. ഇതാണ് നമുക്ക് എമ്മിന്റെ വാല്യൂ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഹിയർ ഓൾസോ വി ഹാവ് ടു ഒബ്റ്റെയിൻ ടു വാല്യൂസ് ഫോർ എം. വൺ ഈസ് പ്ലസ് മ്യൂ സി, ദെൻ ദി അതർ വൺ ഈസ് മൈനസ് സി മ്യൂ. ഓക്കെ, അവിടെയും രണ്ട് വാല്യൂസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതേ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റിങ്ക്റ്റ് റിയൽ സൊല്യൂഷൻസ് ആണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടു എങ്ങനെയാ സൊല്യൂഷൻ എഴുതുക? C3 ഇൻറ്റു, ഇവിടെ C3 എഴുതാൻ കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ C1 C2 യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അവിടെ C3 എഴുതിയത്. C3 ഇൻറ്റു ഇ ടു ദി പവർ ഫസ്റ്റ് സൊല്യൂഷൻ മ്യൂ സി ആണ്, മ്യൂ സി ടി പ്ലസ് അടുത്തത് C4 ഇൻറ്റു ഇ ടു ദി പവർ മ്യൂ മൈനസ് മ്യൂ സി ടി. ഇതാണ് നമ്മളുടെ ടി എന്നുള്ള നെക്സ്റ്റ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. അപ്പൊ എഗെയിൻ വി ഹാവ് ടു ഒബ്റ്റെയിൻ എക്സ് ഇസ് ഈക്വൽ ടു എ വാല്യൂ ആൻഡ് ടി ഇസ് ഈക്വൽ ടു എ സൊല്യൂഷൻ. സോ ഇത് എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തത്? കേസ് 2 ആയിട്ട് നമ്മൾ ലാംഡയ്ക്ക് മ്യൂ സ്ക്വയർ എന്നുള്ളത് അസ്യൂം ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്തത്. നേരത്തെ നമ്മൾ നേരത്തെ കേസിൽ ലാംഡയ്ക്ക് 0 അസ്യൂം ചെയ്തപ്പോ കിട്ടിയ സൊല്യൂഷൻ എഴുതിയത് ഓർമ്മയുണ്ടോ? ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് യു ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി. സോ ഇതേ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇതേപോലെ തന്നെ ഈ സെക്കൻഡ് ഇക്വേഷൻ 2 ആയിരുന്നു നമ്മൾ ഇത് സൊല്യൂഷൻ ആയിട്ട് അസ്യൂം ചെയ്തിരുന്നത് അല്ലെ? അപ്പൊ ഇക്വേഷൻ 2 എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടിയില് ഇപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടിയ ലാംഡ ഈക്വൽ ടു മ്യൂ സ്ക്വയർ കിട്ടിയപ്പോൾ കിട്ടിയ സൊല്യൂഷനും കൂടി ഇതേ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഇക്വേഷൻ 5 ആണ് ഞാൻ ഇത് റെപ്രസെന്റ് ചെയ്തത്. നെക്സ്റ്റ് ഇക്വേഷൻ 6 ആയിട്ട് അത് റെപ്രസെന്റ് ചെയ്യാം. സോ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞത് നമ്മൾ സൊല്യൂഷൻ എന്ന് അസ്യൂം ചെയ്തത് എന്തായിരുന്നു? അതായിരുന്നു അല്ലെ? അപ്പൊ ഇക്വേഷൻ 2 എന്തായിരുന്നു? യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി. ഇതാണ് നമ്മൾ സൊല്യൂഷൻ ആയിട്ട് അസ്യൂം ചെയ്തിരുന്നത്. സോ ദാറ്റ് വിൽ ഇംപ്ലൈ യു ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സ് എന്താ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്? C1 ഇ ടു ദി പവർ C1 e to the power mu x then plus C2 e to the power minus mu x. ഇതാണ് x. t എന്ന് കിട്ടിയത് എന്തായിരുന്നു? ഇത് അല്ലെ? അപ്പോ C3 e to the power mu CT plus C4 e to the power minus mu CT.
ഇതാണ് ടി. അത് രണ്ടും കൂടി പ്രോഡക്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 6 എന്ന് കോൾ ചെയ്യാം കേട്ടോ. ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ കേസ് എപ്പോഴാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഫോമില് ലാംഡ ഈക്വൽ ടു മ്യൂ സ്ക്വയർ, ഒരു പോസിറ്റീവ് സ്ക്വയർ അസ്യൂം ചെയ്യുമ്പോഴാണ് ഇതേ രീതിയിൽ നമുക്ക് സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ രണ്ട് കേസസ് കൺസിഡർ ചെയ്തത്. ലാംഡ ഈക്വൽ ടു 0 അസ്യൂം ചെയ്തു, ലാംഡ ഈക്വൽ ടു മ്യൂ സ്ക്വയർ എന്നുള്ളത് അസ്യൂം ചെയ്തു. ഇനി അനദർ ഒരു കേസ് ആയിട്ട് നമുക്ക് ലാംഡ ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ, നെഗറ്റീവ് പെർഫെക്റ്റ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കേസ് 3ക്ക് മുമ്പ് നമ്മൾ ആ x3 ഇക്വേഷൻ 3ഉം 4ഉം അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം അതിലാണ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇക്വേഷൻ 3ഉം 4ഉം ഒന്ന് റീപ്ലേസ് ചെയ്യാം. സോ എക്സ് ഡബിൾ ഡാഷ് മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0. ദിസ് ഈസ് ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 4 എന്ന് പറയുന്നത് ടി ഡബിൾ ഡാഷ് മൈനസ് ലാംഡ c square t equal to 0. This is equation 4. ഈ രണ്ട് ഇക്വേഷനിലാണ് നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരിക. സോ നെക്സ്റ്റ് കേസ് 3 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, കേസ് 3 എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ. ലാംഡ ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ എന്നുള്ള കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നോക്കൂ. ഇക്വേഷൻ 3ക്ക് എന്താണ് ചേഞ്ച് വരിക? ഇക്വേഷൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡബിൾ ഡാഷ് മൈനസ് ലാംഡയ്ക്ക് മൈനസ് മ്യൂ സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് മ്യൂ സ്ക്വയർ ദാറ്റ് ബിക്കം പ്ലസ് മ്യൂ സ്ക്വയർ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 അല്ലേ? ദെൻ എക്സ് ഡബിൾ ഡാഷ് പ്ലസ് മ്യൂ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ കണ്ടതാണ്. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ഫോമിലേക്ക് മാറുമ്പോൾ വി ഹാവ് റൈറ്റ് ദിസ് ആസ് ഡി സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ എഴുതണം അല്ലെ? ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? m square plus mu square is equal to 0. That means m square is equal to minus mu square. That will imply m equal to plus or minus I mu. കോംപ്ലക്സ് റൂട്ട്സ് ആണ് ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, കോംപ്ലക്സ് റൂട്ട്സ് ആവുമ്പോൾ സൊല്യൂഷൻ എഴുതുന്ന ഫോർമാറ്റ് അറിയാലോ നമുക്ക്. എങ്ങനെയാ സൊല്യൂഷൻ എഴുതുക? എക്സ് എന്നുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ കോംപ്ലക്സ് റൂട്ട്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പി പ്ലസ് ഓർ മൈനസ് ഐ ക്യൂ. ഇതാണ് നമ്മളുടെ ഫോമെങ്കിൽ നമ്മൾ സൊല്യൂഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ഇ റേസ് ടു പി എക്സ് ഇൻറ്റു കോസ് ക്യൂ എക്സ് പ്ലസ് ഐ ഇൻറ്റു സൈൻ ക്യൂ എക്സ്. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ ഫോർമാറ്റ് എഴുതുന്നത് അല്ലെ? അപ്പൊ ഇതേ രീതിയിൽ ഇവിടത്തെ പി എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട് 0 ആണ്. ക്യൂ എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആണ് നമുക്ക് മ്യൂ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സൊല്യൂഷൻ എഴുതാനായിട്ട് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ എങ്ങനെ നമുക്ക് സൊല്യൂഷൻ എഴുതാൻ പറ്റുക? എക്സ് ഇസ് ഈക്വൽ ടു ഇ ടു ദി പവർ 0x ആണ്. സോ ദാറ്റ് വിൽ ബിക്കം 1. ദെൻ b1 കോസ്, അവിടുത്തെ ക്യൂ എന്നുള്ള പ്ലേസിൽ ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന മ്യൂ ആണ്. മ്യൂ എക്സ് പ്ലസ് b2 സൈൻ മ്യൂ എക്സ്. ഇതാണ് നമുക്ക് എക്സിന്റെ സൊല്യൂഷൻ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? നമ്മളുടെ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോമും ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ടി ഡബിൾ ഡാഷ് മൈനസ് ലാംഡ സി സ്ക്വയർ ടി ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ 4 ഇതേപോലെ തന്നെ ലാംഡയ്ക്ക് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? മൈനസ് മ്യൂ സ്ക്വയർ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ നമ്പർ 4 ഇംപ്ലൈസ് ടി ഡബിൾ ഡാഷ് മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ ആണ്. അപ്പൊ മൈനസ് ബിക്കംസ് പ്ലസ് മ്യൂ സ്ക്വയർ സി സ്ക്വയർ t equal to 0. So this become d square plus mu square c square into t equal to 0.
and this can be written in the auxiliary equation as m square, which implies m square plus mu square c square is equal to 0, which implies m square is equal to minus mu square c square, which implies m equal to plus or minus I mu c. എന്നുള്ളതാണ് നമുക്ക് സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അഗെയിൻ ഹിയർ വി ഹാവ് ടു ഒബ്റ്റെയിൻ 2 കോംപ്ലക്സ് റൂട്ട്സ്. കോംപ്ലക്സ് റൂട്ട്സ് ആവുമ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ടു. അതിനനുസരിച്ച് തന്നെ നമ്മൾ ഇവിടെയും സൊല്യൂഷൻ എഴുതണം. സോ ടി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഹിയർ b1 b2 കോൺസ്റ്റൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത് കൊണ്ട് നമുക്കിവിടെ b3 യൂസ് ചെയ്യാം. സോ b3 ഇൻറ്റു ദെൻ ഹിയർ കോസ് c mu t, c mu t plus then b4 sin c mu t. ഇതാണ് ഇവിടെ നമുക്ക് സൊല്യൂഷൻ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതേ രീതിയിൽ ലാംഡ ഇസ് ഈക്വൽ ടു മ്യൂ സ്ക്വയർ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വി ഹാവ് ടു ഒബ്റ്റെയിൻ ദി എക്സ് ആസ് ദിസ് ആൻഡ് ടി ആസ് ദിസ്. സൊല്യൂഷൻ ആയിട്ട് രണ്ടെണ്ണം ഒബ്റ്റെയിൻ ചെയ്തു. എങ്ങനെയാണ് നമ്മൾ ഇനി റെപ്രസെന്റ് ചെയ്യുക? നേരത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്തതുപോലെ ഇക്വേഷൻ 2 ആണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ 2? u of xt is equal to x of x into t of t എന്നുള്ളതാണ് നമ്മൾ സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇതനുസരിച്ച് നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ദാറ്റ് വിൽ ബി ഈക്വൽ ടു u of xt is equal to x. x എന്താണ് ഒബ്റ്റെയിൻ ചെയ്തത്? b1 cos mu x plus b2 sin mu x into t. t എന്ന് പറഞ്ഞാൽ എന്താണ്? b3 cos mu ct plus b4 sin c mu t. ഇതാണ് ഇപ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത സൊല്യൂഷൻ. u of xt is equal to this. ഇത് പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. രണ്ട് പ്രൊഡക്റ്റ് x ഇൻറ്റു ടി എന്നുള്ള പ്രൊഡക്റ്റ് ഫോമിലാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് ഏത് കേസാണ്? കേസ് 3 ആയിട്ട് ലാംഡ ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതേ രീതിയിലുള്ള സൊല്യൂഷൻ കിട്ടുന്നത്. ഈ സൊല്യൂഷന് ഞാൻ ഇക്വേഷൻ നമ്പർ 7 എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മളുടെ സൊല്യൂഷൻ ഫോമില് ഏതായിരുന്നു? എക്സ് ഇൻറ്റു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ആണ് സൊല്യൂഷൻ. ഇക്വേഷൻ 5 ഒരു സൊല്യൂഷൻ ആണ്. അത് കിട്ടിയത് ലാംഡ ഇസ് ഈക്വൽ ടു 0 അസ്യൂം ചെയ്തപ്പോഴാണ് അല്ലെ. അടുത്ത സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത് ലാംഡ ഈക്വൽ ടു മ്യൂ സ്ക്വയർ അസ്യൂം ചെയ്തപ്പോൾ ഇക്വേഷൻ 6 ഒരു സൊല്യൂഷൻ ആയിട്ട് കിട്ടി. ദെൻ നെക്സ്റ്റ് കേസിൽ നമ്മൾ ലാംഡ ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ അസ്യൂം ചെയ്തപ്പോൾ നെക്സ്റ്റ് സൊല്യൂഷൻ ഇക്വേഷൻ 7 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. അതായത് വേവ് ഇക്വേഷൻ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇക്വേഷൻ 5, ഇക്വേഷൻ 6, ഇക്വേഷൻ 7 എന്നുള്ള സൊല്യൂഷൻസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി സിറ്റുവേഷൻ, പ്രോബ്ലം അനുസരിച്ച് നമുക്ക് ഏതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് കിട്ടും. എന്താണ് ഈ വേവ് ഇക്വേഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മൾ ഓൾറെഡി ഫിസിക്സിൽ കൺസിഡർ ചെയ്യുന്നതാണല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ് ഇതേപോലെ ഒരു സ്ട്രിങ് സ്ട്രിങ് വിത്ത് ലെങ്ത് L ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു വിടത്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഈ സ്ട്രിങ്ങിന് ഇതേപോലെ എടുക്കുകയാണ്. ആ സ്ട്രിങ്ങിന് ഇതേപോലെ വലിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഏകദേശം ഇതാണെങ്കിൽ ഇങ്ങനെ ഒരു ഫോമിലേക്കല്ലേ നമുക്ക് സ്ട്രിങ് കിട്ടുക. നമ്മൾ ഈ റബ്ബർ ബാൻഡൊക്കെ ഇങ്ങനെ നേരിയിരിക്കുന്ന സ്ട്രിങ്ങിനെ ഒന്ന് വലിച്ചിങ്ങനെ വിടുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു ഹൈറ്റിന്റെ ഡിഫറൻസിൽ നമുക്ക് ഒരു വേവ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. അത് എത്ര ഇതലാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വേവ് ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ ആക്ച്വലി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എങ്ങനെയാ പറയുക? u of x 0 അല്ലെങ്കിൽ u of 0x അല്ലെ, 0t.
u of then u of 0 x is equal to 0 വരുന്ന കേസും x is equal to t വരുന്ന കേസും അല്ലേ, that will be equal to u of lt that will be equal to 0. ഇതല്ലേ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ആയിട്ട് പറയാ, for all t greater than 0. ഇതാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ആയിട്ടൊക്കെ പറയുക. ഈ ബൗണ്ടറി കണ്ടീഷൻ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇവിടെ ഫസ്റ്റ് 2 കേസസിൽ ഫസ്റ്റ് ലാംഡ ഈക്വൽ ടു 0 എന്നുള്ള കേസ്, ഈ കേസിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ ലാംഡ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതിൽ ആ കണ്ടീഷൻ എന്തായിട്ട് മാറും? ഇവിടെ നമ്മളുടെ ഒബ്റ്റെയിൻ ചെയ്ത സൊല്യൂഷൻ ഇക്വേഷൻ 5 ആയിരുന്നു. ഈ ഇക്വേഷന്റെ കേസിലും അതേപോലെ തന്നെ ലാംഡ ഇസ് ഈക്വൽ ടു മ്യൂ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന കേസിലും നമുക്ക് എന്താണ് ഒബ്റ്റെയിൻ ചെയ്യുക? ട്രിവിയൽ സൊല്യൂഷൻസ് ആണ്. ട്രിവിയൽ സൊല്യൂഷൻ ദാറ്റ് മീൻസ് ഒബിയസ് സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ ആയിട്ടാണ് നമുക്ക് കേസ് 1, അതായത് ലാംഡ ഈക്വൽ ടു 0യും ലാംഡ ഈക്വൽ ടു മ്യൂ സ്ക്വയറും വരുമ്പോൾ നമുക്ക് സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ട്രിവിയൽ സൊല്യൂഷൻസ് ആണ്. ട്രിവിയൽ അല്ലാത്ത നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ? ഇതേപോലെ ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ വരുന്ന ഈ ഒരു കേസിലാണ് നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? നോൺ ട്രിവിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അത് ആ ബൗണ്ടറി കണ്ടീഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ക്ലിയർ ആണ് അല്ലേ. അപ്പൊ അതേപോലെ ബൗണ്ടറി കണ്ടീഷൻ ആ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്കത് ഓൾറെഡി ക്ലിയർഡ് ആണ് എങ്ങനെയാണ് അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ട്രിവിയൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ലാംഡ ഈക്വൽ ടു 0യ്ക്കും ലാംഡ ഈക്വൽ ടു മ്യൂ സ്ക്വയറിനും കറസ്പോണ്ടിങ് ആണ് നമുക്ക് ട്രിവിയൽ സൊല്യൂഷൻ. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് ലാംഡ ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട്. അതാണ് നമ്മൾ ആ ബൗണ്ടറി കണ്ടീഷനിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്തായിട്ട് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്നുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇതേപോലെ തന്നെ നമ്മുടെ സിലബസിൽ ഓൾറെഡി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഹീറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നതെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലാപ്ലേസ് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കേസസ് ആണ്. അപ്പോൾ ഈ കേസസ് എല്ലാം തന്നെ ഇതേപോലെ അത് പേരെടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും ഒഴിവാക്കി കളയരുത്. കാരണം സിലബസിൽ വളരെ വ്യക്തമായിട്ട് ഏതൊക്കെ ഇക്വേഷൻസ് ആണ് എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇതേപോലെ എന്താണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയി കാണും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ സൊല്യൂഷൻസ് നമ്മളിപ്പോൾ ഈവൻ നമ്മളിത് എക്സാമിന് ചെയ്ത് നോക്കാതെ തന്നെ ഇപ്പം തന്നെ നമുക്ക് എഴുതാൻ പറ്റില്ലേ? ലാംഡ ഈക്വൽ ടു 0 വരുമ്പോൾ എന്താണ് കേസ്, അതേപോലെ തന്നെ ലാംഡ ഈക്വൽ ടു മ്യൂ സ്ക്വയർ വരുമ്പോൾ എന്താണ് കേസ്, അതേപോലെ ലാംഡ ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ വന്നാൽ എന്താണ് കേസ്. അതിപ്പോൾ നമ്മളിപ്പോൾ എക്സാമിനൊന്നും ചെയ്ത് നോക്കിയില്ലെങ്കിൽ പോലും നമുക്ക് സൊല്യൂഷൻ എഴുതാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതേ രീതിയിൽ അതൊക്കെ നമുക്ക് പഠിച്ചു വെച്ചിട്ട് പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും ടൈം അവിടെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് ഇതേപോലെയാണ് നമ്മൾ ക്ലാസ്സസ് നമ്മളുടെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. HSSTയുടെ കോഴ്സും നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ടോപ്പിക്കും ഓരോ ഡിഫറെൻറ്റ് ടീച്ചേഴ്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ടോപ്പിക്കാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഇതേപോലെ പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതേപോലെ നോക്കിയിട്ട് വേണം നമ്മളത് ആൻസർ ചെയ്ത് പഠിക്കാനായിട്ട്. അതേപോലെ ഈ ഒരു എക്സാമിൻ്റെ മാത്രമല്ല റീസെൻ്റ് ആയിട്ട് നടക്കുന്ന പല കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയിട്ട് അതിൽ ഈ ഒരു സെക്ഷനിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റ് വന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അങ്ങനെയാവുമ്പോൾ പഠനം കുറച്ചും കൂടി ഈസി ആവും നമുക്ക്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ PG ലെവലിൽ പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും അവോയ്ഡ് ചെയ്തിട്ടിരിക്കുന്ന ടോപ്പിക്കായിരിക്കും. പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഈ ഒരു ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഇവിടെ കാണുന്ന സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. നമ്മളുടെ ഒരു ടീമായിട്ടാണ് ഇതിന് വർക്ക് ചെയ്യുന്നത് HSSTക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത് നിങ്ങൾക്കും ആ ഒരു നിങ്ങളുടെ ഒരു സ്വപ്നം ആയിട്ടുള്ള HSST അധ്യാപകനാകുക അല്ലെങ്കിൽ HSST അധ്യാപികയാകുക എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. അതിന് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, താങ്ക് യു.